ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഈ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ സ്കൂളില്ലാത്ത ഒരു ദിവസം എങ്ങനെയാണ് എന്നുള്ളതാണ്. ആഹാരം ആ ഒരു വീഡിയോ ആണ്. ഇന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ആദ്യം തന്നെ ഇന്ന് ഞാൻ എണീറ്റത് തന്നെ ലേറ്റായിട്ടാണ് എണീറ്റത്. കാരണം സ്കൂളില്ലല്ലോ. സ്കൂളില്ലാത്തപ്പോൾ നമ്മൾ ലേറ്റായിട്ടല്ലേ എണീക്കുന്നത്. പക്ഷേ നമ്മുടെ മക്കൾ എങ്ങനെയാണ്, സ്കൂളില്ലാത്തപ്പോൾ നേരത്തെ എണീക്കും, സ്കൂളുള്ളപ്പോൾ താമസിച്ച് എണീക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ന് ഇച്ചിരി ഉറങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ സമ്മതിച്ചില്ല. വിശക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ എണീറ്റ് നമ്മുടെ ദോശമാവുണ്ടായിരുന്നു, കടയിൽ നിന്ന് വാങ്ങിച്ച മാവാണ്. ആ ദോശമാവിട്ട് കലക്കി ദോശ ചുട്ടായിരുന്നു. ദോശമാവ് കുറച്ച് ലൂസായിപ്പോയി, എന്നാലും ദോശ ഇളക്കിയപ്പോൾ ഇളകി വന്നായിരുന്നു. പിന്നെ അതിൻ്റെ കൂട്ടിന് ഒരു ചമ്മന്തി കറിയും കൂടെ വെച്ച് പിന്നെ ഞാൻ ചായയും കൂടെ ഇട്ടു. ദോശയും ചമ്മന്തിയും പിന്നെ ചായയും കൂടെ കൊടുത്ത് 3 പേരെയും 3 വശത്തായിട്ട് ഒതുക്കിയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ അരി അടുപ്പത്തിടാമെന്നുള്ള സെറ്റപ്പായിരുന്നു. അതിന് അരി അടുപ്പത്തിടാൻ വേണ്ടിയിട്ട് തീ കത്തിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ കത്തിച്ച് അടുപ്പത്ത് നമ്മുടെ വെള്ളം തിളച്ച് പിന്നെ അരി തിളച്ചതിന് ശേഷമാണ് പിന്നെ ബാക്കി കാര്യത്തിലോട്ടൊക്കെ പോയത്. നമ്മുടെ മീനെന്ന് പറഞ്ഞാൽ ഞണ്ടാണ്. ഞണ്ട് റോസ്റ്റാക്കാനാണ് ആദ്യം വിചാരിച്ചത്. അതിനുള്ള സംഭവങ്ങളാണ് എടുത്ത് വച്ചിരിക്കുന്നത്. സവാള നുര അരിഞ്ഞു വെച്ചു. പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം ക്രഷ് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ തക്കാളിയും മല്ലിച്ചപ്പും കൂടെ ഉണ്ടായിരുന്നേ. പിന്നെ പെരുംജീരകവും ഉണ്ടായിരുന്നു, അതും കൂടെ ക്രഷ് ചെയ്ത് മാറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഞണ്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ക്ലീൻ ചെയ്താണ് എൻ്റെ കെട്ടിയവൻ കൊണ്ടുവന്നത്. അപ്പോൾ ഈ മീനിൻ്റെ പേരെന്ന് വെച്ചാൽ ബ്രാല്, അങ്ങനെ എന്തോ ആണ് പേര്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കൊണ്ടുപോട്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ കട്ട് ചെയ്തോളാം, എനിക്ക് വീഡിയോ എടുക്കാനുള്ളതാണ് എന്ന് പറഞ്ഞപ്പോൾ ആ ശരി എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഫസ്റ്റ് ടൈമാണ്, ആദ്യമായിട്ടാണ് ഞാൻ ഈ മീൻ കട്ട് ചെയ്യുന്നത്. ഇത് കയ്യിലിങ്ങനെ എടുത്തപ്പോൾ തന്നെ വഴുതി പോവുകയായിരുന്നു. പിന്നെ അതിൻ്റെ പുറത്തുള്ള ബ്രാല് ഞാല് തന്നെയാണ്. അതൊന്ന് ചെത്തി കളഞ്ഞതിന് ശേഷം ഒന്ന് കഴുകി എടുത്തപ്പോഴാണ് കയ്യിൽ നിന്നത്. പിന്നെ അതിനകത്തുള്ള ആ സംഭവങ്ങളും കുടലും കാര്യങ്ങളൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ തലയ്ക്കകത്തിരുന്ന സംഭവം ഉണ്ടല്ലോ, ആ തലയുടെ പൂവും അതുമായിട്ട് ഉള്ള സാധനങ്ങളൊന്നും എടുത്തിട്ട് വലിച്ചിട്ട് അത് വരിക ചെയ്യുന്നില്ലായിരുന്നു. ഒരുപാട് നേരത്തെ പരിശ്രമത്തിന് ശേഷം ഞാൻ വിജയകരമായിട്ട് അതിനെ എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഞണ്ട് റോസ്റ്റിലോട്ട് റോസ്റ്റല്ല, നമ്മുടെ ഇവിടെ റോസ്റ്റ് പറ്റില്ല, കുറച്ച് ചാറ് വേണം മക്കൾക്കായാലും കെട്ടിയവനാണെങ്കിലും. പിന്നെ ഞാൻ എണ്ണ ഒഴിച്ചു, അതിൽ കുറച്ച് സ്പൈസസ് ഇട്ട്, അത് കഴിഞ്ഞ് സവാള ഇട്ട് ഉപ്പും കൂടെ ഇട്ട് ഒന്ന് വഴറ്റി മൂടി വെച്ച്. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒന്നും കുപ്പിയിലില്ലായിരുന്നു. വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ തട്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതും കൂടെ എടുത്ത് തട്ടി വെച്ചിട്ട് ഞാൻ അടുപ്പത്തോട്ട് നോക്കിയപ്പോഴുണ്ട് എൻ്റെ സവാള കറുകിപ്പോയി. പിന്നെ അതിനെ തീ കുറച്ച് വെച്ചിട്ട് പിന്നെ ഒന്നുകൂടെ ഒന്ന് വഴറ്റി സെറ്റാക്കി എടുത്തു. പിന്നെ ഞാൻ ക്രഷ് ചെയ്ത് വെച്ചിരുന്ന സംഭവങ്ങളെടുത്ത് തട്ടി കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്തു. അത് മാത്രമല്ല, ഞാൻ പെരുംജീരകം പച്ച ഇടാൻ, കാരണം പെരുംജീരകപ്പൊടി ഇല്ലായിരുന്നു, അതുകൊണ്ടൊന്ന് ക്രഷാക്കി ഇടാമെന്ന് വിചാരിച്ച് ക്രഷാക്കിയിട്ടതാണ്. പക്ഷേ പൊടി ഇടുന്നതിനേക്കാളും നല്ല സ്മെല്ലായിരുന്നു. പിന്നെ അതും കൂടെ തട്ടിക്കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മുടെ ഞണ്ടിന് തട്ടിക്കൊടുക്കാം. ഞണ്ടും ഇട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കുക. ഞണ്ടിട്ടൊന്ന് ഇളക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി പണിയുള്ള ഏർപ്പാടാണ്. എല്ലായിടത്തും ആക്കണമെങ്കിൽ ഇച്ചിരി പണിയുണ്ട്. അങ്ങനെ കുറച്ച് നേരം ശ്രമിച്ചതിന് ശേഷം എല്ലാം മിക്സാക്കി കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. കുറച്ച് സമയം വെച്ച് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. ആ ഒരു സമയത്ത് നമുക്ക് ഇപ്പുറത്ത് അടുപ്പിൽ വെച്ച് നമ്മുടെ പൊടികളൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കാം. പൊടികളെന്ന് പറയുമ്പോൾ നമ്മുടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ നമ്മുടെ ചിക്കൻ മസാല ഇടും, കുറച്ച് ഗരം മസാല, പിന്നെ ചതപ്പ് മുളക് ഉണ്ടല്ലോ, അതും കൂടെ ഇട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക. കരുകിപ്പോകാതെ നോക്കുക. അങ്ങനെ അത് ചൂടാക്കി തട്ടി കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് ഇളക്കി എടുക്കുക. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഒരമളി പറ്റി. എന്താണ്, നമ്മൾ എരി കൂടിപ്പോയി. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ഞാൻ എന്ത് ചെയ്തു, 2 തക്കാളി അതിന് അരിഞ്ഞിട്ടു. 1 തക്കാളി മിക്സിയിലിട്ടൊന്ന് അടിച്ച് പേസ്റ്റാക്കി ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇച്ചിരി എരി കൺട്രോളായി. പിന്നെ അതിൻ്റെ പുറത്ത് മല്ലിച്ചപ്പും കൂടെ ഇട്ട് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി മൂടി വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ തോരൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, നമ്മൾ സാധാരണ വയ്ക്കുമ്പോഴത്തെ തോരൻ തന്നെയാണ്. ഇത് ബീട്രൂട്ട് മാത്രമല്ല, ക്യാരറ്റും ബീട്രൂട്ടും കൂടെ മിക്സാക്കി വയ്ക്കുന്നതാണ്. ഈ ക്യാരറ്റും ബീട്രൂട്ടും ഞാൻ നമ്മുടെ ചോപ്പറിലിട്ടാണ് ക്രഷ് ചെയ്തെടുക്കുന്നത്. അതിൽ ക്രഷ് ചെയ്യുമ്പോൾ അതിൽ പച്ചമുളകും പിന്നെ നമ്മുടെ വെളുത്തുള്ളിയും
കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കും. ക്രഷ് ചെയ്യുമ്പോൾ തന്നെ നല്ല സ്മെല്ലായിരിക്കും. ഇതിൻ്റെ എല്ലാ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. ഈ കറിവേപ്പിലയുടെയും വെളുത്തുള്ളിയുടെയും ഇതിങ്ങനെ അടുപ്പി കിടന്ന് വേവുമ്പം കിട്ടുന്ന ഒരു സ്മെല്ലുണ്ടല്ലോ, സൂപ്പർ സ്മെല്ലാണ്. അങ്ങനെ ആ സ്മെല്ലിന് വേണ്ടിയിട്ട് തന്നെ ഞാനങ്ങനെ അരിഞ്ഞു പറക്കി വയ്ക്കും. പിന്നെ തേങ്ങ തിരുകാൻ വയ്യാത്തതുകൊണ്ട് അതിനെ കഴന്നെടുത്ത് ക്രഷ് ചെയ്ത് തോരനാക്കി വെച്ച് പിന്നെ നല്ല ഫ്രൈ ചെയ്യാനുള്ള മീൻ പിന്നെ പുരട്ടി വെച്ചു. അതും സാധാരണ തന്നെ. അതിലും കുറച്ച് ചിക്കൻ മസാലയും കുറച്ച് ഗരം മസാലയും ഇട്ട് കൊടുത്തു. എന്നിട്ടാണ് ഞാൻ വിരകി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് പിന്നെ എണ്ണ ഒഴിച്ച് അതിൽ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ഇട്ട് മീനും പറക്കി ഇട്ട് കൊടുത്തു. എന്താ ഒരു സ്മെല്ലെന്നറിയാമോ. അങ്ങനെ അതും പൊരിച്ച് മാറ്റി വെച്ചു. പിന്നെ ഇതെല്ലാം ഒതുക്കി വെച്ചിട്ട് തിരിഞ്ഞ് സിങ്കിലോട്ട് നോക്കിയപ്പോഴുണ്ട് ഇതിനി എങ്ങനെ വൃത്തിയാക്കും എന്നുള്ള ഒരാശങ്കയായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല. നമുക്ക് ഏറ്റവും കൂടുതൽ പാടുള്ള 2 പണികളാണല്ലോ, പാത്രം കഴുകലും തുണി നനയ്ക്കലും. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല. ചട്ടപ്പടയുന്ന പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി എല്ലാം വെച്ചു. എല്ലാവരും കൂടെ ഇരുന്ന് ആഹാരം കഴിച്ചു. അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യണം, മറക്കല്ല്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടായിരിക്കും, എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ ഇനി ഞാൻ മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പാത്രങ്ങളെല്ലാം സെറ്റാക്കി വെച്ചു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.